ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത വ്യക്തി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. സതീശൻ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് രാഹുലിനെ പാർട്ടി പുറത്താക്കിയത്. ആ നടപടിയിൽ കോൺഗ്രസ് ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസിന് ഇങ്ങനെ വിയർക്കേണ്ടി വരില്ലായിരുന്നു. രാഹുൽ പാലക്കാട് കാല് കുത്തിയത് മുതൽ നിലപാടിൽ വെള്ളം ചേർത്ത എത്രയോ കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടു. ആണെന്ന് പറഞ്ഞ നേതാക്കൾ ഉണ്ടായിരുന്നു, രാഹുലിന് ക്ലീൻ ചിറ്റ് കൊടുത്ത നേതാക്കൾ ഉണ്ടായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായി തീരേണ്ട ഒന്നാണ് ഇന്ന് കോൺഗ്രസിന് മുഴുവൻ തലവേദനയായി നിൽക്കുന്നത്. ഇനി നമ്മൾ കോൺഗ്രസിന് എത്രത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. രാജീവ് ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ മാധ്യമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാറി മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഈ നിമിഷം മറുപടി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പുറത്താക്കിയ ആളാണ്, പക്ഷെ എന്നിട്ട് മറുപടി പറയേണ്ടി വരികയാണ്. ഇന്ന് വീക്ഷണത്തിൽ ഒരു മുഖപ്രസംഗമുണ്ട്. രാഹുൽ ചെയ്ത കുറ്റം എന്താണ്? പാലക്കാട് ജനങ്ങൾ രാഹുലിനെ ജയിപ്പിച്ചതാണ്, അതാണോ രാഹുലിന്റെ കുറ്റമെന്ന് പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗമാണ്. ഇപ്പോൾ ഈ നിലപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണെങ്കിലും മൊത്തത്തിൽ പാർട്ടിയുടെ നിലപാട് ആ ഒറ്റ നിലപാടാണോ? ഇപ്പോൾ വ്യത്യസ്തമായ നിലപാട് നേതാക്കൾക്ക് തന്നെയുണ്ട്. മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നു. അതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് പറയുന്നു. VK ശ്രീകണ്ഠൻ ഇന്നലെ സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നു. DCC പ്രസിഡന്റ് ന്യായീകരിക്കുന്നു. ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് ഇന്ന് വീക്ഷണം പത്രം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു നേതാക്കൾ തള്ളിപ്പറയുന്ന രീതിയിൽ എന്ന് കേൾക്കുന്നതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തള്ളിപ്പറയുന്നതാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനെ ആത്മാർത്ഥമായിട്ടൊരു നിലപാട് അവർക്കുണ്ടായിരുന്നു എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തതിനോടൊപ്പം തന്നെ ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പോലെയാണ് എന്നാണ്. പക്ഷേ ഈ പോലെയിലാണ് പ്രശ്നം. അദ്ദേഹം വന്ന് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നു, നേതാക്കൾ വന്ന് അല്ലെങ്കിൽ നേതാക്കളുമായി വേദി പങ്കെടുന്നില്ല എന്ന് മാത്രം. ബാക്കിയുള്ള തരത്തിൽ എല്ലാ തരത്തിലും പാലക്കാട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നു. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? ഇതിനകത്ത് എവിടെയാണ് ആത്മാർത്ഥതയുള്ളത്? അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ ഇങ്ങനെ വിയർക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ നേരത്തെ അനന്തം പറഞ്ഞില്ലേ, ഇവിടെ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് പോയി തിരുവനന്തപുരത്ത് നഗരത്തിൽ വന്ന് അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസും അല്ലെങ്കിൽ സർക്കാരും വിചാരിക്കുന്നത് ഇതിങ്ങനെ അല്പം നീണ്ടുപോട്ടെ, ചർച്ചയാവട്ടെ. ഇത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയമാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്, പൊളിറ്റിക്കൽ മൈലേജ് ലെഫ്റ്റിന് കിട്ടുന്നുണ്ട്. അത് എന്തിനാ അവർ കളയണം എന്നുള്ളത് അവരും ആലോചിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ VK ശ്രീകണ്ഠന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ആദ്യം അടൂർ പ്രകാശ് ആണെന്ന് പറഞ്ഞു, പിന്നെ ക്ലീൻ ചിറ്റ് കൊടുത്ത കെ സുധാകരനുണ്ട്. VK ശ്രീകണ്ഠൻ പാലക്കാട്ടെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MLA ആണ്. അന്ന് പാലക്കാട്ടിലെ ആളുകൾ, പാർട്ടി പ്രവർത്തകർ രാഹുലിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ രാഹുൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലെന്ത് തെറ്റാണെന്ന് ചോദിച്ചു. ഇതൊക്കെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ്. ഇവർക്ക് ഒരു പക്ഷേ പരാതിയുമായി വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസൊക്കെ അല്ലെങ്കിൽ കേസ് ആകില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു നിലപാടൊക്കെ എടുത്തിട്ടുണ്ടാവുക. കോൺഗ്രസിനെ മാത്രം നമ്മൾ അതിനകത്ത് കുറ്റം പറയുന്ന കാര്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് കക്ഷി കോൺഗ്രസ് ആണ് എന്ന് മാത്രം. മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയം വരുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ രാഷ്ട്രീയത്തിനടുത്ത് ആദ്യം പ്ലേസ് ചെയ്യുകയും ന്യായീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ന്യായീകരിച്ച് നോക്കുകയും ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ ന്യായീകരിക്കേണ്ടതുണ്ടോ? ഈ സമൂഹം മാറിയത്, കാലം മാറിയത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഇപ്പോൾ പുരോഗമനം അല്ലെങ്കിൽ കേരളം വളരെയധികം മുന്നേറി, സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന, അവർക്ക് കിട്ടുന്ന സുരക്ഷ, ഈ കാര്യത്തിലൊക്കെ കേരളം വളരെ മുന്നിലാണെന്ന് പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീ അവർ ചെയ്തത് ശരിയാണോ? ഇത് ഉഭയസമ്മത പ്രകാരം ഉള്ളതല്ലേ? പിന്നെ അവര് ഇപ്പോഴെന്തിനാണ് പരാതിയുമായിട്ട് വന്നത്? ഇപ്പോൾ ഇതുവരെ എവിടെയായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് പുരുഷനെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംരക്ഷിക്കേണ്ടത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അത് മാറാതെ ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാറി ഇത്തരത്തിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇന്നലെ DCC പ്രസിഡന്റ് ചോദിച്ചത്, ഇപ്പോൾ ഇതുവരെ പരാതി എന്തുകൊണ്ടാണ് ആദ്യം എവിടെ പരാതി എന്ന് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചോദിച്ചത് എവിടെയാണ് പരാതി. അപ്പോൾ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണോ പരാതി? ഇതൊക്കെ എന്തൊരു മോശമായ കാര്യമാണ്. ശരി, എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ട കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ആ നിലപാടെടുത്തു എന്നുള്ളത്. ഇപ്പം നേരത്തെ CPMന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പോലീസിന്റെ നടപടി വൈകുന്നു. ഇപ്പം നമ്മുടെ 140 അംഗ നിയമസഭയിൽ 4 MLA സമാനമായ രീതിയിലുള്ള പരാതികളിൽ, ആരോപണങ്ങളിൽ നിൽക്കുകയാണ്. അപ്പം ഈ മറുഭാഗത്ത് നിന്ന് ആളുകൾ ഇപ്പം കോൺഗ്രസിനെ സൈബർ ഇടത്തിൽ പ്രതിരോധിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിന് മുകേഷിനില്ലാത്ത എന്ത്
ഡിസഡ്വാൻറ്റേജ് ആണ് രാഹുലിനുള്ളത് എന്നുള്ളതാണ്. അല്ല, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാ തരത്തിലും ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സമാനമായ കേസുകൾ അല്ലെങ്കിൽ പരാതി ഉണ്ടായ കേസുകളിലൊന്നും രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും അവർക്കെതിരെ അവർ നൽകുന്ന പരാതിയുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ട നടപടിയുടെ കാര്യത്തിലായാലും അത് ഉണ്ടാകുന്നില്ല. അവിടെ മറ്റു പല താല്പര്യങ്ങളാൽ, രാഷ്ട്രീയ താല്പര്യങ്ങളാൽ അത് മാറ്റിവെക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ഇത് വളരെ കൗതുകകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പരാതി എവിടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പറഞ്ഞു ഞാൻ നേരിട്ടോളാം, രാജ്യത്തെ ഒരു നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് അത് പറയുന്നു. പക്ഷെ ഗർഭം എന്റേതല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പണ്ട് പിന്നെ സിനിമയിൽ മേലെപ്പറമ്പിലെ ആൺവീട്ടിൽ ജഗദീഷ് ശ്രീകുമാർ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നത് പോലെ ഇത്രയും ഈ ഒരു സമൂഹത്തിന് മുന്നിൽ വന്നെന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ തൻ്റെ ഗർഭമല്ല എങ്കിൽ മറ്റൊരാളുടെ ഗർഭമാണെങ്കിൽ അത് അലസിപ്പിക്കുന്നതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് അദ്ദേഹത്തിന് എന്താണ് ഇത്ര വലിയ താല്പര്യം? അത് മാത്രമല്ല, ആ പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട് താൻ ഭർത്താവിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിനോട് പറഞ്ഞു. അപ്പോൾ രാഹുൽ എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധി? അല്ല, ജനപ്രതിനിധിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ, അത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതലുള്ളവർ ഇടപെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇടപെട്ടതാണെന്ന് പോലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. ഇത് ഒരു സ്ത്രീയുടെ ടെലിഫോൺ സംഭാഷണം അനുസരിച്ചാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ നിയമവിരുദ്ധമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വരുന്ന ഇത് വെച്ച് നോക്കുകയാണ്, ഇതിപ്പോൾ കോടതിയിൽ പോയി എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഈ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF പ്രസ്ഥാനത്തിൽ ഒരുപാട് യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു നേതാവ് പറയുന്നത് ഞാൻ രാജ്യത്തെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം കാര്യം പറഞ്ഞു, യുവ നേതാവ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ 10 വർഷത്തിൽ താഴെയായിട്ട് നമ്മൾക്ക് ഒരു ഇത്രയും സജീവമായിട്ട് 10 വർഷത്തിൽ താഴെയായിട്ടേ ഉള്ളൂ. ആദ്യം വ്യാജ വോട്ടർ ID വന്നു, അത് കഴിഞ്ഞ് വയനാട്ടിലെ വീടുമായി ഫണ്ട് പിരിക്കൽ വന്നു, ഇപ്പം ഈ കേസുകൾ. ഇതൊക്കെ ഉണ്ടായിട്ടും രാഹുലിന്റെ പ്രതിനിധിയാണ് പിന്നെയും രാഹുൽ മാറിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വന്നത്. അപ്പം അത്രയും പാർട്ടി ഇപ്പോൾ സതീശൻ രാഹുലിനെതിരെ നിലപാടെടുത്തപ്പോൾ സൈബർ ഇടത്തിൽ ഒരുപക്ഷെ ഈ വർഷം ഏറ്റവും കൂടുതൽ സൈബർ ഇടത്തിൽ അധിക്ഷേപം കേട്ട നേതാവ് അത് VD സതീശനായിരിക്കും. അപ്പോൾ പാർട്ടിയേക്കാൾ മുതിർന്ന നേതാക്കളെക്കാൾ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരാളുകൾ അല്ലെങ്കിൽ പെയ്ഡ് PR ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഗാങ് ഓഫ് പീപ്പിൾ ഉണ്ട് അവിടെ. അത് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പിന്തുണ ഉണ്ടാക്കിയെടുക്കുക എന്നൊന്നും പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ഗ്രൂപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി കുറച്ച് പണം മുടക്കാനും അതിനെ പിന്തുണയ്ക്കാനും ആളുകളുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അത് ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയിട്ടും ഏത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടും അതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എൻട്രി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ സമയത്തൊക്കെയാണ് ടെലിവിഷൻ രംഗത്ത് ചർച്ചകളിൽ കൂടുതൽ പെട്ടെന്ന് സജീവമായിട്ട് വരുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു കഴിവ്, അത് നല്ല കഴിവാണോ മോശം കഴിവാണോ എന്നുള്ളത് ഇപ്പോഴത്തെ വാക്സാമർത്ഥ്യം. ഈ വാക്സാമർത്ഥ്യത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മറുപടി പറയാൻ കഴിയുക, രാഷ്ട്രീയമായിട്ട് നല്ല യുക്തിയോടുകൂടി മറുപടി, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എതിരാളികളെ ഒരു പക്ഷേ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അപഹസിക്കുന്ന രീതിയിൽ, അതും രാഷ്ട്രീയത്തിൽ കയ്യടി കിട്ടുന്ന ഒരു കാര്യമൊക്കെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാമർഥ്യം അത് നല്ലതാണോ ചീത്തയാണോ എന്തായാലും ഒരു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും. അപ്പം 3 പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ ഒരു ആൾക്ക് എത്ര സമയം കിട്ടും? ആ സമയത്ത് അതുപോലെയുള്ള തഗ് ഡയലോഗുകൾ കിട്ടുന്ന സമയത്ത് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതാണ് രാഹുലിനെ ഒരുപക്ഷെ ആ രീതിയിൽ വളർത്തിയത്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ടെലിവിഷൻ ചർച്ചകൾ അധികം വരാൻ അല്പം പുറകോട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ മറ്റു തിരക്കുകളായ സമയത്ത് കിട്ടിയ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരുന്ന വ്യക്തികൾക്ക് കോൺഗ്രസിൽ അങ്ങനെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ഈ രീതിയിലുള്ളൊരു സ്വാധീനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതും അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആ ഒരു സ്വാധീനം, അതിനെ പിന്തുണയ്ക്കാൻ ആളുകൾ, സംരക്ഷിക്കാൻ നേതാക്കൾ, അത് പല രീതിയിൽ വന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആർക്കും സംരക്ഷിക്കാനും കഴിയുന്നില്ല. രാഹുൽ സ്വയം വലിയൊരു നേതാവായിട്ട് ചമഞ്ഞു. ഞാൻ രാഹുലിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര്യക്ക് ഓർമ്മയില്ലേ, അവിടെ PV അൻവറുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ആരും തയ്യാറാകാതിരിക്കുന്ന സമയത്ത് രാത്രിക്ക് രാത്രി പോയി ചർച്ച നടത്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ. അപ്പോൾ
സ്വയം ഞാൻ ആരാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ എന്താണ് എന്നുള്ളതിനപ്പുറം അതിനേക്കാൾ അപ്പുറം ഞാൻ വലിയ എന്തോ ഒരു നേതാവാണ് എന്ന് സ്വയം തോന്നുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ കോൺഗ്രസിനെ സസ്പെൻഷൻ കാലാവധി ഇരിക്കുമ്പോൾ കോൺഗ്രസിനെ വീണ്ടും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ വീണ്ടും കാര്യങ്ങളിൽ കയറി ഇടപെടുക, ഇതൊന്നും ബാധിച്ചിട്ടില്ല, ഞാൻ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം പരാതി വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കണം. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ പരാതി വരില്ല എന്ന കോൺഫിഡൻസ്, ഇതിനിടയിൽ ഞാൻ സംശയിക്കുന്നത്, ഇപ്പോൾ DCC പ്രസിഡന്റ് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് പരാതി വൈകി. ഈ പരാതി വൈകിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്ന് ഉത്തമ ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ പ്രലോഭനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടിയെ ആ പരാതി തടയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും താമസിപ്പിക്കുന്നതിൽ എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുക, വാഗ്ദാനങ്ങൾ കൊടുക്കുക, അതെല്ലാം പറ്റിച്ചു എന്നുള്ളതാണല്ലോ ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുപോലെ തന്നെ ഈ പരാതി വൈകിപ്പിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്.